ഐഎസ്എല്ലിൽ പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. ഇഞ്ചുറി ടൈമിലാണ് പഞ്ചാബിന്റെ വിജയ ഗോൾ. വിവരങ്ങളുമായി സജിഷ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സജിഷ, എങ്ങനെയായിരുന്നു അവസാന നിമിഷത്തെ ആ ഒരു മത്സരാവേശം? വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ, അല്ലേ? വർഷ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശത്തിലായിരുന്നു മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വന്തം തട്ടകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. പഞ്ചാബിനെതിരെ 1-നെതിരെ 2 ഗോളുകൾക്ക് പഞ്ചാബിനോട് തോറ്റു. ഇതിലൊരു ഇത് പറയാനുള്ളത്, അവസാന മത്സരത്തിൽ അത്യന്തം നാടകീയത നിറഞ്ഞ അവസാന മിനിറ്റുകളിലായിരുന്നു 3 ഗോളുകളും പിറന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ പഞ്ചാബിന് വേണ്ടി ആദ്യ പകുതി വിരസമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പകുതി 2 ടീമുകൾക്കും ഗോൾ നേടാനായില്ല. ആദ്യ പകുതി വിരസം തന്നെയായിരുന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ അവസാന മിനിറ്റുകളിൽ ആദ്യം ഒരു പെനാൽറ്റിയിലൂടെ പഞ്ചാബിൻ്റെ ലൂക്ക ഗോൾ നേടി. പിന്നീട് തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജീസസ് ഗോളടിച്ചു. പകരക്കാരന് ഇറങ്ങിയിട്ടുള്ള ജീസസ് ഗോളടിച്ച് ഒരു സമനിലയിൽ നിന്ന് മത്സരം സമനിലയിലേക്ക് നീങ്ങി എന്ന് അതിൻ്റെ മത്സരഫലം സമനിലയിലായിരിക്കുമെന്ന് ഉറപ്പിച്ച നിമിഷത്തിൽ അവസാന സെക്കൻഡിലാണ് പഞ്ചാബ് വീണ്ടും ഗോളടിക്കുന്നത്, പഞ്ചാബിൻ്റെ വിജയ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ആദ്യത്തെ മത്സരം ഈ സീസണിൽ ISL സീസണിലെ ആദ്യത്തെ മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ഇല്ലാതെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അഡ്രിയാൻ ലൂണയ്ക്ക് പനിയായതായിരുന്നു കാരണവും. പക്ഷേ ലൂന ഇല്ലാതെ മധ്യനിര ഒട്ടേറെ നല്ല മുന്നേറ്റങ്ങളൊക്കെ തന്നെ മധ്യനിര യഥാർത്ഥത്തിൽ ഉലഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ലൂന ഇല്ലാതിരുന്നത്. എപ്പോഴും നമ്മൾ മജീഷ്യൻ ലൂന എന്ന് പറയുന്നത് തന്നെ മധ്യനിരയിൽ നിന്ന് നല്ല ക്രിയേറ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങൾ ലൂന ഉണ്ടാകാറുണ്ടായിരുന്നു. അത്തരം നീക്കങ്ങൾ ഏറെക്കുറെ പാഴായി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കോമി പെപ്ര ആണെങ്കിലും നോഹയാണെങ്കിലും ക്യാപ്റ്റൻ രാഹുൽ ആണെങ്കിലും ഒട്ടേറെ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഗോളുകളൊന്നും പിറന്നിട്ടുണ്ടായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏക ഗോൾ നേടിയത് തന്നെ ജീസസ്, അത് തന്നെ ഡിഫൻഡർ ആയിട്ടുണ്ടായിരുന്ന പ്രീതം കോട്ടാലിൻ്റെ പാസിൽ നിന്നാണ് ഒരു ഹെഡറിലൂടെ ജീസസ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാന സെക്കൻഡാണ് യഥാർത്ഥത്തിൽ പഞ്ചാബിന് വിജയ ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത്. അത് ബ്ലാസ്റ്റേഴ്സിന്റെ വിധി എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ് വർഷ. അതുപോലെ തന്നെയാണ് സജിച്ച, ഈ അഡ്രിയാൻ ലൂണയുടെ ആ ഒരു കുറവ് ഈ മത്സരത്തെ ബാധിച്ചിട്ടുണ്ടല്ലേ, ഈ അവസാന നിമിഷമടക്കം? അതാണ് വർഷം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അഡ്രിയാൻ ലൂണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ കഴിഞ്ഞ സീസണിൽ തന്നെ 10 മത്സരങ്ങളാകാൻ ലൂണ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഒട്ടേറെ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് പിന്നീട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെല്ലാം ഒരു 3-4 സീസണുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ എല്ലാ കാലത്തും ലൂനയെ മുൻനിർത്തിയിട്ട് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലൂനയിൽ നിന്ന് തന്നെ മധ്യനിരയിൽ നിന്ന് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് പോലും ലൂനയുടെ ഫ്രീ കിക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാജിക് എപ്പോഴും, അതുകൊണ്ട് തന്നെ ഒരു മജീഷ്യൻ ലൂണ എന്ന് നമ്മൾ എപ്പോഴും ലൂനയെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ലൂന ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടാകുന്നതായിരുന്നു. പക്ഷേ ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. കാരണം പരിക്കേറ്റിരുന്ന ലൂന മടങ്ങി വന്നു. പക്ഷേ ആദ്യ സീസണിൽ തന്നെ ലൂനയ്ക്ക് പനി വന്നത് തന്നെ, അതുകൊണ്ട് തന്നെ ആദ്യത്തെ മത്സരത്തിൽ ലൂന കളിച്ചില്ല. പക്ഷേ ട്രിൻസിച്ച് ആയിരുന്നു ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാം തന്നെ മികച്ച താരങ്ങൾ തന്നെയായിരുന്നു. ഡ്യൂറൻ കപ്പിലാണെങ്കിലും ഇതിന് ISL തൊട്ട് മുമ്പ് ഡ്യൂറൻ കപ്പ് ഉണ്ടായിരുന്നു. അതിൽ പല മത്സരങ്ങളും ലൂന ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ പെപ്രയാണെങ്കിലും നോഹയാണെങ്കിലും ഒക്കെ നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ISLൻ്റെ ഒരു ആവേശം എന്ന് പറയുകയാണെങ്കിലും ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആവേശം ഈ അടുത്തുണ്ടായിരുന്ന പല സീസണുകളിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കാണികൾക്ക് എപ്പോഴും ആവേശമുണ്ടായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ തന്നെ കാണികൾ ഗ്യാലറികളിലെല്ലാം ലൂനയുടെ ഒട്ടേറെ ചിത്രങ്ങളുമായിട്ട് തന്നെയായിരുന്നു ഗ്യാലറികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലൂന എപ്പോഴും ഒരു ആവേശം തന്നെയാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു മഞ്ഞക്കടൽ, ഗ്യാലറികൾ മുഴുവൻ ഒരു മഞ്ഞക്കടലായി നിൽക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ നിറങ്ങൾ കൊണ്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയത്ത് പോലും ലൂനയുടെ ചിത്രങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂന തിരിച്ചു വന്നത് വളരെ ആവേശം കാണികൾക്കും ഉണ്ടായിരുന്നു, താരങ്ങൾക്കും ഉണ്ടായിരുന്നു, ടീമിനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പനി വന്നത് കാരണം ലൂനയ്ക്ക് കളിക്കാൻ കഴിഞ്ഞില്ല ഇന്ന്. പക്ഷെ അത് യഥാർത്ഥത്തിൽ മധ്യനിരയെ മിഡ്ഫീൽഡിൽ യഥാർത്ഥത്തിൽ എപ്പോഴും ഒരു മിഡ്ഫീൽഡിൽ ഒരു കണ്ണിയായി നിൽക്കുന്നത് ലൂനയാണ് നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണം ഏറെക്കുറെ പാഴായി പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ. കാരണം ആദ്യ പകുതി തന്നെ വിരസമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ, പഞ്ചാബ് FC ആയിട്ടുള്ള മത്സരം നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യ പകുതികൾ ഗോളുകളൊന്നും പിറന്നിട്ടില്ല, ഏറെക്കുറെ വിരസമായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ മത്സരത്തിന് ഒരു തിരുവോണത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കാരണം ഒരു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ ഒട്ടേറെ സ്കൂൾ കുട്ടികൾ, വെള്ളാർമല സ്കൂള്, മുണ്ടക്കൈ സ്കൂള്, നമ്മൾ ഉരുൾപൊട്ടൽ സമയത്ത് പേര് കേട്ടിരുന്ന 2 വിദ്യാലയങ്ങളാണിത്. ആ വിദ്യാലയത്തിലെ 22 കുട്ടികൾ ഈ മത്സരത്തിൽ താരങ്ങളുടെ കൈ പിടിച്ച് മത്സരത്തിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ അവർ കുട്ടികളെ ചേർത്ത് നിൽക്കുന്ന ഒട്ടേറെ നിമിഷങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ആത്മവിശ്വാസം നൽകുന്ന, ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള, അങ്ങനെയുള്ള ഒരു
അങ്ങനെയുള്ള ഒരു നീക്കങ്ങളുമായിട്ടുള്ള ഒരു നിമിഷങ്ങളും ഒക്കെ ആയിട്ട് തന്നെയായിരുന്നു മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് പോലും ഈ രണ്ട് ടീമുകൾ, അതായത് 22 കുട്ടികൾ ഇറങ്ങി ഓരോ ടീമിലെ 11 താരങ്ങൾ വീതം ഓരോ കുട്ടികളെയും കൈപിടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ നല്ല നിമിഷങ്ങളെല്ലാം കാണികൾക്കും മലയാളികൾക്കും എല്ലാം സമ്മാനിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും മത്സരങ്ങളിലെ ഒരു വിരസത ആദ്യ നിമിഷങ്ങളിൽ വന്നു. പക്ഷേ ഈ ആവേശം എന്ന് പറയാനുണ്ടായിരുന്നത് അവസാന മിനിറ്റുകളിലായിരുന്നു. അവസാനത്തെ 10 മിനിറ്റ് ആയിരുന്നു ഏറെക്കുറെ കൂടുതൽ ആവേശമുണ്ടായിരുന്നത്. പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് തോൽവിയാണ്. 1-2 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കടക്കം ഇത് വളരെ വലിയ നിരാശയാണ് സമ്മാനിച്ചിരിക്കുന്നത്.